ചിന്ന പോയി ചായ കുടിക്ക്, ആമ എടുത്തു തരും, ഞാൻ അച്ഛനൊന്ന് വിളിക്കട്ടെ. എന്തോ അത് പറഞ്ഞ അകത്തേക്ക് കയറി. പുറകെയായി ചിന്നനും. ആദ്യം ചായ കുടിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്തു. ചിന്നനും വിക്കിയും ക്ലാസ്സിൽ പോയി. ആമി അടുക്കളയിലെ പണിയിൽ മുഴുകി. എന്ത് കറി വെക്കുമ്പോൾ അതിന്റെ കൂട്ടെല്ലാം നോക്കി പഠിക്കുകയാണ് ആമി. മുളക് പൊടി എത്ര സ്പൂൺ വേണം അമ്മേ? കയ്യിലെ മുളക് പൊടിയുടെ കുപ്പി എടുത്തുകൊണ്ട് ചോദിച്ചു. എന്തോ അത് വാങ്ങി ഇത്തിരി അതിലേക്ക് ഇട്ടു. ഇത്ര മതി. എന്തോ അത് പറഞ്ഞ് കുപ്പി അവളുടെ കയ്യിൽ തന്നെ കൊടുത്തു. ആമി! മുറിയിൽ നിന്ന് ആദിയുടെ വിളി കേട്ട് ആമി ചെവി കൂർപ്പിച്ചു. ആമി! വിളിയുടെ ശബ്ദം ഒന്നുകൂടെ കൂടി. എന്തോ? അതേ ശബ്ദത്തിൽ അവിടെ നിന്ന് തന്നെ വിളിച്ചു കൂവി. ഇവിടെ നിന്ന് കൂവാതെ അവിടെ പോയി ഒന്ന് നോക്കുമോളെ എന്ന് ചെവി കൈകൊണ്ട് അടച്ചു പിടിച്ചു പറഞ്ഞു. അപ്പോൾ ഞാനിതെങ്ങനെ പഠിക്കും? തവി കറിയിൽ കുത്തിയിളക്കിക്കൊണ്ട് ചോദിച്ചു. ഇനി അതിലൊന്നുമില്ല, ഒന്ന് തിളച്ചാൽ ആ മീൻ അതിലേക്ക് ഇട്ടാ മതി, അത്രേ ഉള്ളൂ. ഷോ, ഇത് ഞാൻ ഇന്ന് പൊളിക്കും. ഇപ്പൊ എന്നാ ഞാൻ പോയി നോക്കി വരാം. ആമി അത് പറഞ്ഞ് പടികേറി മുകളിലേക്ക് ഓടി. ആദ്യം ഷർട്ടിട്ട് തിരിയുമ്പോൾ ആണ് മൂളിപ്പാട്ട് പാടിക്കൊണ്ട് ആമി വരുന്നത്. എന്താ ആദ്യേട്ടാ? ആദ്യയുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. ആദ്യമാണെങ്കിൽ അവളെ തന്നെ നോക്കി നിൽക്കാണ്. ആദ്യമായിട്ട് എന്തിനാ എന്നെ വിളിച്ചേ? ആമി ഒന്നുകൂടെ ചോദിച്ചപ്പോഴാണ് ആദ്യക്ക് ബോധം വന്നത്. നിനക്ക് പിണക്കം മാറിയോ? ആദ്യം അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, അത് ഞാൻ മറന്നു, ഞാൻ പിണക്കത്തിലല്ലേ, സോറി, ഇനി ഞാൻ മിണ്ടൂല. ആമി അതിൽ നിന്ന് മാറിക്കൊണ്ട് പറഞ്ഞു. ആദ്യമാണെങ്കിൽ വെറുതെ ഉറപ്പിച്ചതെന്ന് വിചാരിച്ചു നിന്നു. ആമി, ഞാൻ പറയുന്നത് കേൾക്ക്. സംഭവം എന്താന്ന് വെച്ചാ ആദ്യേട്ടനറിയോ, ഞാൻ എൻ്റെ അമ്മയോടോ അമ്മായിമാരോടോ ഒക്കെ പറഞ്ഞതേ ഉള്ളൂ. ആദ്യേട്ടൻ ഇതുവരെ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന്. അപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടില്ലേ? നന്ദന്റെ മുഖം കണ്ടപ്പോ ഞാൻ എന്തോ പോലെ ആയി, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാ. നീ വാശി പിടിച്ചിട്ടല്ലേ? ആദ്യം പറഞ്ഞ കേട്ട് ആമയൊന്നും പറഞ്ഞില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഞാനിപ്പോ ക്രിസ്റ്റിയുടെ അമ്മച്ചിയെ ഒന്ന് കാണാൻ പോവാ. വരുമ്പോഴേക്ക് പോവാൻ റെഡിയായി നിൽക്കണം കേട്ടോ. കണ്ണാടിയിൽ നോക്കി മുടി ചീകൊണ്ട് പറഞ്ഞു. ഇത്ര പെട്ടെന്നോ? വൈകുന്നേരം പോയാ പോരെ? പോരാ, ഇപ്പൊ തന്നെ പോണം. ആദ്യം ഫോൺ പോക്കറ്റിലിട്ട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. താഴേക്ക് ഇറങ്ങുമ്പോൾ ആദ്യയുടെ കാറ് പോയി കഴിഞ്ഞിരുന്നു. അടുക്കളയിലേക്ക് വരുന്ന ആമയുടെ തെളിച്ചമില്ലാത്ത മുഖം കണ്ട് എന്തോ കാര്യം തിരക്കി. ആദ്യമായിട്ട് ക്രിസ്റ്റിച്ചന്റെ അമ്മച്ചിയെ കാണാൻ പോയതാ. വരുമ്പോഴേക്ക് റെഡിയായി നിൽക്കാൻ. ഇപ്പൊ തന്നെ പോണമെന്ന് സ്ലാബിൽ ചാരി എന്നുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ തന്നെ പോവാനോ? ആ, അങ്ങനെയാ പറഞ്ഞ്. ഞാൻ ഒന്ന് ചാരു ചേച്ചിയെ കണ്ടിട്ട് വരാം. ആമി ചാരുവിന്റെ വീട്ടിലേക്ക് കയറി ഉമ്മറത്തുനിന്ന് ബെല്ലടിച്ചു. ലീന വാതിൽ തുറന്ന് ആമിയെ കണ്ട് അകത്തേക്ക് ക്ഷണിച്ചു. ചാരു ചേച്ചി എവിടെയാ ആന്റി? മുറിയിലുണ്ട്. എന്നാൽ ഞാൻ ഒന്ന് ചേച്ചിയെ കണ്ടിട്ട് വരാം. ആമി മുകളിലെ പടി കയറി ചാരുവിന്റെ മുറിയിലെത്തിയപ്പോൾ അകത്തിന്ന് ചിരിയൊക്കെ കേൾക്കുന്നുണ്ട്. ഏട്ടത്തി! വാതിൽ തുറന്ന തല മാത്രം അകത്തേക്ക് ഇട്ടുകൊണ്ട് വിളിച്ചു. ആമയെ കണ്ടുടനെ ചാരു ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി. ഇച്ചേട്ടത്തിക്ക് സുഖല്ലേ? ആമിയുടെ മുഖം പതുക്കെ മാറി തുടങ്ങി. ആമി മോളെ, ഈ ചിച്ചോട് ക്ഷമിക്കുമുത്തേ. നിന്നോട് എല്ലാം പറയണമെന്ന് ഞാൻ കരുതിയതാ. നന്ദേട്ടൻ പറഞ്ഞ് നീ അറിയുന്നതാണ് നല്ലതെന്ന് എനിക്കും തോന്നി, അതുകൊണ്ട് പറയാഞ്ഞ്. നന്ദേട്ടനോ? അല്ല, അത് പിന്നെ നീ ക്ഷമി. ഈ വട്ടത്തേക്ക് ഞാൻ ക്ഷമിച്ചു. പക്ഷെ ഇനി എന്നോട് വല്ലത് ഒളിപ്പിച്ച് വെച്ചാൽ എല്ലാം നിന്നെ വള്ളി പുള്ളി വിടാതെ ഞാൻ അറിയിച്ചിരിക്കും. എന്നാ പിന്നെ സുള്ളിക്കോ, ഞാൻ പോണ്. ആമി അത് പറഞ്ഞ് മുറി വിട്ടിറങ്ങുമ്പോൾ വാതിൽ പടിയിൽ നിന്ന് തിരിഞ്ഞു നോക്കി. ഞങ്ങൾ തന്നെ പോട്ടോ. ആമി ചാരുവിനോട് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി. ലീനയോട് ഇത്തിരി നേരം സംസാരിച്ചെന്ന് ആമി വീട്ടിലേക്ക് തിരിച്ചു. 11 മണിയോട് ആദ്യം തിരിച്ചു വന്നു. ചിന്നൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അവർ പുറപ്പെട്ടത്. ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു. വീട്ടിലെത്തിയപ്പോഴേക്ക് ആമി ഒരുവിധമായിട്ടുണ്ട്. വേഗം തന്നെ കുളിക്കാൻ കയറി. തലയിലൂടെ വെള്ളം വീണപ്പോൾ ഇത്തിരി ഉണർവ് വന്നു. അവൾ ആബിയുടെ വീട്ടിലേക്ക് പോവാൻ വേണ്ടി ഉമ്മറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യ ലാപ്പിന്റെ മുന്നിലായിരുന്നു. ഞാൻ ഒന്ന് ആബിയുടെ വീട്ടിൽ പോയിട്ട് വരാം. ആമി ചോദിച്ചതിന് തലയാട്ടുക മാത്രം ചെയ്തു. അപ്പോൾ തന്നെ ഫോൺ ചെവിയിലേക്ക് വെക്കുകയും ചെയ്തു. ജോലിയുടെ ഇടയിൽ ബുദ്ധിമുട്ടാക്കണ്ട എന്ന് കരുതി അവൾ വേഗം ആബിയുടെ വീട്ടിലേക്ക് നടന്നു. എന്നാ അമ്മച്ചി, സുഖല്ലേ? ഞാൻ ഇവിടെ ഇല്ലാത്തോണ്ട് ബോറടിച്ചോ? ഉമ്മറത്തിരിക്കുന്ന അമ്മച്ചിയോട് കുശലം ചോദിച്ചു. ആ, ഇതാര്? എപ്പോഴാ വന്നേ? ഇപ്പൊ ഇങ്ങ് വന്നതേ ഉള്ളൂ. ആബി ഒന്ന് കാണാൻ അതാ മുറിയിലുണ്ട്. മിലിയുണ്ട് കൂടെ. എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം. അമ്മച്ചിയോട് അതും പറഞ്ഞ് അകത്തേക്ക് കയറിയപ്പോഴാണ് അപ്പയും അമ്മയും പടിയിറങ്ങി വരുന്നത്. ഇതിപ്പോ വന്നു? അമ്മ ചോദിച്ചതിന് അതേ താളത്തിൽ മറുപടി കൊടുത്തു. ആദ്യം അവിടെ ഉണ്ടോ? ഓ, ഉണ്ടല്ലോ. എന്തോ പണിയിലാണ്. ജോലി തിരക്ക്. ഇടയിൽ എന്തേലും പറഞ്ഞ് ചെന്നാൽ ചിലപ്പോ നല്ലത് കിട്ടും, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. മാർട്ടിൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞു. അത് നന്നായി, നീ അകത്തേക്ക് ചെല്ല്. രണ്ടും കുറെ നേരമായി അകത്തിരിക്കുന്നു. ഫോണിൽ കളി തന്നെ ആവും. ഒരു ദിവസം ഞാൻ അത് അടിച്ചു പൊട്ടിക്കും. കത്രീന പറഞ്ഞത് കേട്ട് ആമി ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിലെ ഫോൺ പുറകിലേക്ക് പിടിച്ചു. പിള്ളേരല്ലേ കത്രീനമ്മേ, സംസാരിച്ചിരിക്കാവും. അല്ലെങ്കിലും അവരെ എന്തെങ്കിലും പറഞ്ഞ അതിന് വക്കാലത്ത് പറയാൻ നിങ്ങൾ ഉണ്ടാവുമല്ലോ മുമ്പിൽ. അതുകൊണ്ടാണ് രണ്ടിനും ഇത്ര തുള്ളിക്കളി. മാർട്ടിനെ അവരെ ന്യായീകരിച്ചു പറഞ്ഞു കേട്ട് കത്രീന ദേഷ്യപ്പെട്ടു.
ഞാൻ അവരൊന്ന് കണ്ടിട്ട് വരാവേ. ആമി അത് പറഞ്ഞ് അവിടെ നിന്ന് വലിഞ്ഞു. ആമി മുറിയിൽ എത്തി നോക്കുമ്പോൾ ആബി മിലയെ കെട്ടിപ്പിടിച്ച് കരയാണ്. മിലയുടെ കൈകൾ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്നവണ്ണം പുറത്ത് തലോടുന്നുണ്ട്. എന്താടി, എന്തു പറ്റി? ആമി ആവലാതിയോട് അവരുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ആബിയുടെ കരച്ചിലിന്റെ ശക്തി കൂടുകയല്ലാതെ കുറയുന്നില്ല. കാര്യം പറ, എന്നിട്ട് കരഞ്ഞു? ആമി രണ്ടിനെയും നോക്കി കടിപ്പിച്ചു പറഞ്ഞു. എടി, ചാച്ചനെ വീട്ടിൽ കല്യാണം ഉറപ്പിക്കുകയാണ്. ഇന്ന് അപ്പനും അമ്മയും ചാച്ചനോട് സംസാരിക്കുന്ന കേട്ടതാ. ഞാനിത് ഇവളോട് പറഞ്ഞപ്പോൾ തുടങ്ങിയത് ഈ കരച്ചില്. മേലെ ദയനീയമായി ആമിയെ നോക്കി. എടി ബുദ്ധൂസേ, കല്യാണം ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മൂങ്ങാതെ. ആബിയുടെ പുറത്തുനിന്ന് കൊടുത്തുകൊണ്ട് ആമി പറഞ്ഞു. ദേ, മേലെ വേദനയ്ക്ക് മോന്തക്കിട്ട് ഒന്ന് കിട്ടും. ആമി മിലിയുടെ തൂലിൽ നിന്ന് മാറി ആമിയുടെ നേരെ ചീറി. നീ ഒന്ന് അടങ്ങുമുത്തേ, ഞാൻ ചോദിക്കട്ടെ? ആബിയെ തണുപ്പിക്കാനെന്നൊന്നും പറഞ്ഞു. ചോദിക്ക്. ആബി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഏതാ പെണ്ണ്? സോണി ചേച്ചി. ആളൊരു പാവമാണ്. അമ്മയ്ക്ക് കണ്ടിഷ്ടപ്പെട്ടു. അപ്പൊ ചാച്ചനോട് ചോദിച്ചു. ആൽബിച്ചൻ അതിനെന്തെങ്കിലും മറുപടി പറഞ്ഞു. ആമി കട്ടിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ലടി. ഒന്നും മിണ്ടാതെ മുറിയിൽ പോയി കഥകടിച്ചു. മേലി മറുപടി പറഞ്ഞു. എന്നിട്ട് എപ്പോഴാണ് ഇറങ്ങി വന്നത്? ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ തന്നെ വന്നു. മുഖത്ത് ദേഷ്യം ഉണ്ടായിരുന്നു. ഉവ്, അമ്മ കഴിക്കാൻ പാടാ മോനെ എന്ന് പറഞ്ഞപ്പോ എനിക്കെങ്ങും വേണ്ടെന്ന് പറഞ്ഞ് ഒറ്റ ചാട്ടമായിരുന്നു. എന്നിട്ട് ബൈക്ക് എടുത്ത് എങ്ങോട്ടോ പോയി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. നീ കോടീശ്വരം കളിക്കുന്നത് തെളിച്ചു പറയൂ. മനുഷ്യൻ ഇവിടെ മൂട്ടിൽ തീ പിടിച്ച അവസ്ഥയിലാണ്. ആബിക്ക് ആമിയുടെ ഭാവം കണ്ട് കലിയിളക്കി. എടികളെ, ഇത് നമുക്കുള്ള ഗ്രീൻ സിഗ്നലല്ലേ? മനസ്സിലായില്ല. ആമി ചോദിച്ചത് കേട്ട് രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. നിങ്ങൾ ലിപിയിൽ വായിച്ചിട്ടില്ലേ, നായകന് നായികയെ നഷ്ടപ്പെട്ടു പോകുന്നു തോന്നിയാൽ ദേഷ്യപ്പെട്ട് മുറിയടിച്ചിടുന്നതും എന്തെങ്കിലുമൊക്കെ എറിഞ്ഞു പൊട്ടിക്കുന്നതൊക്കെ, എന്നിട്ട് അവസാനം കൈവിട്ടു പോകുമെന്ന് തോന്നിയാൽ നായികയെ പോയി പ്രപ്പോസ് ചെയ്യും. അപ്പോ ഇതില് ഞാനാണോ നായിക? ഇച്ചാൻ എന്നെ വന്ന് പ്രപ്പോസ് ചെയ്യൂ? ആബി സന്തോഷത്തോടെ ചോദിച്ചു. അയ്യടാ, നായികാവൻ പറ്റിയ ഒരു ചാനം. ഞാൻ ലക്ഷ്യത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ആമി ആബിയെ പുച്ഛിച്ചു. ചാച്ചൻ പ്രപ്പോസ് ചെയ്യുമെന്ന് വിചാരിച്ചു നിന്നാ അത് വെറും വ്യാമോഹം മാത്രമോ എന്ന് ഞാൻ പറയും. നെഗറ്റീവ് അടിക്കലടി. മിലി പറഞ്ഞത് കേട്ട് ആബി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. സീരിയസ് ആയി പറഞ്ഞതാ. ഇത്ര കൊല്ലം പുറകെ നടന്നിട്ടും നിനക്ക് മനസ്സിലായില്ലേ ഇത്? അതൊക്കെ ശരിയാണ്, പക്ഷെ ഇവള് പറഞ്ഞ ഗ്രീൻ സിഗ്നൽ. ആബി ചുണ്ട് വിളർത്തി. ഇച്ചാൻ പ്രപ്പോസ് ചെയ്യില്ല. നീ വേറെ ഐഡിയ പറ. നിനക്ക് അഭിനയിക്കാൻ അറിയോ? ആമി ആബിയുടെ അടുത്ത് വന്നിരുന്നുകൊണ്ട് ചോദിച്ചു. പിന്നല്ല, സ്കൂളിലെ നാടകത്തിൽ ഞങ്ങൾക്കല്ലേ ഫസ്റ്റ് കിട്ടിയത്. തേങ്ങക്കൊല. നിനക്ക് അഭിനയിക്കണമെന്ന് വാശി പിടിച്ചുകൊണ്ട് ടീച്ചർ നിന്നെ ആ മരമാക്കിയതാണോ ഇത്ര വലിയ അഭിനയം? മരമാണെങ്കിൽ എന്താ, അതിന് വേണം ഒരു കഴിവ്. അതുപോലും ചെയ്യാതെ നീ ചുപ്രഹോ. ചുണ്ടിൽ വിരൽ വെച്ച് ആമി മിലിയെ നോക്കി പറഞ്ഞു. നീ പറ മുത്തേ, അങ്ങേർക്ക് വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യും എന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് അഭിനയിക്കാൻ വലിയ പാടൊന്നുമില്ല. നീ പറയടി, ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യണ്ട്. വല്ല സംഭവമൊന്നുമില്ല. ആൽബിച്ചിനെ കാണുമ്പോ നീ കുറച്ച് സെന്റി അടിക്കണം. നിന്റെ ഉള്ളിലെ സങ്കടം മുഴുവൻ അങ്ങനെ കാണിക്കണം. ആമി പറഞ്ഞു കേട്ട് ആബിയുടെ ചുണ്ടിൽ ഒരു ഗൂഢമായ ചിരി വന്നു. എടി, ഇത് വല്ല ഏൽക്കുവോ? മിലി ഇടിയിൽ കയറി പറഞ്ഞു കേട്ട് ആബിയുടെ ചുണ്ടിലെ ചിരി പെട്ടെന്ന് മാഞ്ഞു. വീണ്ടാതെ അടങ്ങിയിരുന്ന കുരിപ്പ്. നെഗറ്റീവ് അടിക്കാൻ വേണ്ടി മാത്രം വായ തുറക്കുന്ന ഒരു ജന്തു. ആബി കലിപ്പായി എന്ന് കണ്ടതും മിലി പിന്നെ ഒന്നും പറയാൻ പോയില്ല. എന്നാ ഞാൻ പോവാ, ആദ്യമായിട്ടുണ്ട് അവിടെ. അല്ല, നീ ഇപ്പൊ എന്തിനാ വന്നത്? വെറുതെ ഞാൻ വന്നെന്നറിയിക്കാൻ? അതല്ല, വേറെ എന്തോ ഉണ്ടല്ലോ കാര്യം, പറ. അത് പിന്നെ നിങ്ങളിന്ന് പള്ളിയിൽ പോയോ എന്നറിയാൻ. എന്റെ സേട്ടനെ കണ്ടോ എന്ന്? ഞങ്ങള് പോയി ആ ഏട്ടനെ കണ്ടെന്ന്. എന്നാ ഒരു ലുക്കാണ് വന്നത്? ഇല്ലടി, ഇന്ന് ആ ഏട്ടൻ വന്നില്ല. ഇവളെ നിന്നെ മൂപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. മിലി പറഞ്ഞു മുഴുവനാക്കുന്നതിനിടയ്ക്ക് ആബി ഇടയിൽ കയറി പറഞ്ഞു. ഇടി, നീ തന്നെയല്ലേ പറഞ്ഞേ അവളോട് അങ്ങനെയൊക്കെ പറയാൻ? മിലി ആബിയുടെ നേരെ നോക്കി ചോദിച്ചു. ആയിരുന്നു, പക്ഷെ എന്റെ ഇച്ഛാനെ സെറ്റാക്കാൻ അവളല്ലേ നിക്ക് വഴി പറഞ്ഞു തന്നത്. ആ ഒരു നന്ദി ഞാൻ കാണിക്കണ്ട്. എന്നാ നിനക്കിത് ആദ്യമേ പറഞ്ഞൂടെ? മിലി കലിപ്പായി തുടങ്ങി. എന്നാ നിങ്ങൾ അടിയിട്ടോ, ഞാൻ പോവാ. ആമി അത് പറഞ്ഞ് താഴെ കൂടി. രണ്ടും കൂടെ അവിടെ ഒരു കുരുക്ഷേത്ര ഭൂമിയാക്കും എന്ന് അവൾക്ക് അറിയാം. ആമി വീടിന്റെ മുറ്റത്തെത്തിയപ്പോൾ തന്നെ കണ്ടു ആരോടോ ഫോണിൽ സംസാരിച്ച് ദേഷ്യപ്പെടുന്ന ആദ്യെ. ഒന്നും പറയാതെ അവൾ അവന്റെ അടുത്ത് വന്നിരുന്നു. വെച്ചിട്ട് പോടോ. ആദ്യം അത് പറഞ്ഞ് ഫോൺ നിലത്തേക്ക് വെച്ചു. ചായ വീണോ ആദ്യേട്ടാ? ആമി അവന്റെ മൂഡ് മാറ്റാൻ ചോദിച്ചു. ആ വേണം, രണ്ടെണ്ണം എടുത്തോ, ആൽബി ഇപ്പൊ വരും. ആദ്യം പറഞ്ഞു കേട്ട് ആമിയുടെ ഉള്ളിൽ ലഡ്ഡു പൊട്ടി. ആമി തലയായിട്ട് അകത്തേക്ക് കയറി. വെള്ളം അടുപ്പിൽ വെച്ച് ആമി ഫോൺ എടുത്ത് ആബിയുടെ നമ്പറിലേക്ക് വിളിച്ചു. എന്താടി? ഫോൺ എടുത്ത ഉടനെ ആബിയുടെ ചോദ്യം വന്നു. വേഗം എങ്ങ വാ, ആബിച്ചിന് ഇപ്പൊ വരും. ആണോ? എന്നാ ഞാൻ ഇപ്പൊ വരാം. ആമി വേഗം ഫോൺ കട്ട് ചെയ്തു. മുറ്റത്ത് ആബിയുടെ വണ്ടിയുടെ ശബ്ദം കേട്ടു. ആബി വേഗം പൊടിയിട്ടു. ചായ 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വേഗം മുറത്തേക്ക് നടന്നു. ആൽബിക്കും ആദിക്കും ചായ കൊടുത്തു. അവൾ അകത്തേക്ക് നടന്നു. മിലിയും ആബിയും ഉമ്മറത്തേക്ക് കയറിയപ്പോൾ
ആദ്യയെ കണ്ട് പുഞ്ചിരിച്ചു. ആൽബി ആൽബിയെ മനഃപൂർവ്വം കണ്ടതായി നടിച്ചില്ല. രണ്ടും അകത്തേക്ക് കയറി. ആൽബിയെ എങ്ങനെയെങ്കിലും അകത്തേക്ക് എത്തിക്കാനുള്ള പരിപാടിയിലാണ് 3 പേരും. നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. എന്തു പറഞ്ഞു നീ വിളിക്കും? അതൊക്കെ ഞാനേറ്റു. മിലി ചോദിച്ചതിന് ആമി മറുപടി പറഞ്ഞ് ഉമ്മറത്തേക്ക് നടന്നു. ആൽബിച്ചായോ? ആൽബിയുടെ അടുത്ത് വന്ന് നിന്ന് ആമി വിളിച്ചേ കേട്ട് ആൽബി ആദ്യം തലയോർത്തി നോക്കി. എനിക്ക് ആ തട്ടിന്റെ മുകളിൽ നിന്ന് അതൊന്ന് എടുത്തു തരുമോ? ആമി നിഷ്കുമോട് ഓണാക്കിക്കൊണ്ട് പറഞ്ഞു. എന്ത്? ഞാനെടുത്തു തരാം. ആദ്യം എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അയ്യോ വേണ്ട, ആദ്യമായിട്ട് എന്തോ പണിയിലല്ലേ. ആൽബിച്ച എടുത്തു തരും. അതന്നെ, നീ അത് നോക്ക്, ഞാൻ അത് എടുത്തു കൊടുത്തു വരാം. ആൽബി അത് പറഞ്ഞ് എഴുന്നേറ്റു. എവിടെയാ? ആ മുറിയില്. ആമി താഴെയുള്ളൊരു മുറിയിലേക്ക് കൈ ചൂണ്ടി. ആൽബി അവിടേക്ക് പോയതും ആമി പുറകെ പോയി കഥകടിച്ചു. മിലയും ആമിയും നഖം കടിച്ചുകൊണ്ട് പുറത്തു നിന്നു. എടി ചാച്ചനെന്തെങ്കിലും? മില ആമിയെ തോണ്ടി ചോദിച്ചു. പേടിപ്പിക്കലടി, ധൈര്യമുള്ളതുപോലെ കാണിക്കുന്നേയുള്ളൂ. സത്യം പറഞ്ഞ എനിക്ക് നല്ല പേടിയുണ്ട്, ആമി ഉമിനീർ ഇറക്കിക്കൊണ്ട് പറഞ്ഞു. നടുമുറ്റത്തേക്ക് രണ്ടും കൂടെ ഇരുന്നു. ആൽബി അകത്ത് കയറിയപ്പോൾ തന്നെ പുറകിൽ നിന്ന് കഥ കടയുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിൽ ചാരി നിൽക്കുന്ന ആബിയാണ് കണ്ടത്. നീ എന്താ ഇവിടെ? എനിക്ക് ഇച്ചാനോട് ഇത്തിരി സംസാരിക്കണം, ആബി തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. നീ കളിക്കാതെ പോയേ. ഇതിനാണോ ആമി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവൾക്ക് ഞാൻ കൊടുക്കാം. ആൽബി പുറത്തേക്ക് പോകാൻ തുനിഞ്ഞപ്പോൾ ആബി കയ്യിൽ പിടിച്ചു. അവളൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. എന്തിന്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സംസാരിക്കണം. ആബി അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നാ പറ, എന്താ? ആൽബി കൈ കെട്ടിക്കൊണ്ട് നിന്നു. ഇച്ചാന്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാണല്ലേ? അതെ, ആൽബി ഒരു കൂസലില്ലാതെ പറഞ്ഞു. അപ്പോ ഇത്തിരി പോലും എന്നെ ഇഷ്ടല്ലേ? അവളുടെ ശബ്ദം ഇടേറിയിരുന്നു. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇതും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരരുതെന്ന്. നിനക്ക് എന്താ മനസ്സിലാവാത്തെ? ആൽബിയുടെ ശബ്ദം ഗൗരവം നിറഞ്ഞിരുന്നു. അപ്പോ എന്നെ ഒട്ടും ഇഷ്ടല്ലേ? ആബി ഒന്നുകൂടെ ഉറപ്പിക്കാൻ ചോദിച്ചു. അല്ല, അത് കേട്ടാൽ നിർത്തൂ നിന്റെ ഈ ഭ്രാന്ത്, ആൽബി പറഞ്ഞു കേട്ട് ആബി സ്വയം പുച്ഛിച്ചു. എന്റെ മുഖത്ത് നോക്കിയൊന്ന് പറയൂ എന്നെ ഇഷ്ടല്ലാന്ന്. നിനക്ക് വട്ടാണോ? മാറി നിൽക്ക്, ഞാൻ പോവാം. ആബിയെ തല്ലി മാറ്റി ആൽബി മുന്നോട്ട് നടന്നു. പെട്ടെന്ന് തന്നെ ആബി അവന്റെ കയ്യിൽ പിടിച്ചു അവൾക്ക് നേരെ തിരിച്ചു നിർത്തി. അവന്റെ ചുണ്ടുകൾ ആയി നിറങ്ങി, കൈകൾ ഷർട്ടിൽ മുറുക്കി. ആൽബിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലായിരുന്നു. സ്വഭാവത്തിലേക്ക് വന്ന ആൽബി അവളെ കൈകൊണ്ട് തള്ളി. അവന്റെ കൈകൾ അവളുടെ കവിളിൽ പതിഞ്ഞു. ആൽബിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എല്ലാം നിന്റെ കുട്ടികളെ കാണാനൊന്നും പറ്റില്ല അഭിരാമി. ഇതുപോലെ വല്ലതും ഇനി ആവർത്തിച്ചാൽ ഇതൊന്നും ആയിരിക്കില്ല എന്റെ പ്രതികരണം. കൈ ചൂണ്ടി ആബിയുടെ നേരെ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. വേദനയാൽ അവളുടെ കൈകൾ കവിളിൽ തലോടി. അവനെ അഭിമുഖീകരിക്കാതെ തല താഴ്ത്തി നിന്നു. നിങ്ങളെ സ്നേഹിച്ചത് അത്ര വലിയ തെറ്റായി എനിക്ക് തോന്നുന്നില്ല ചായ. ഒരിക്കലും നിങ്ങളെന്നെ ബുദ്ധിമുട്ടിക്കാൻ ആബിന് വരില്ല. ഇന്ന് ഞാൻ ചോദിച്ച നിങ്ങൾ ഒരു വട്ടെങ്കിലും എന്നെ ഇഷ്ടമെന്ന് പറയുന്നു ഞാൻ മോഹിച്ചു. തെറ്റിപ്പോയി അല്ലേ? എന്നെ ഇപ്പൊ കാണിച്ചത് ഇഷ്ടമായോണ്ടാണ്, ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ പുറകെ വരുന്നത്. ഇന്ന് മിലി വന്ന് നിങ്ങളുടെ കല്യാണം ആന്റിയെങ്കിലും കൂടെ ഉറപ്പിക്കാന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ള എത്ര മുറിഞ്ഞെന്നറിയാം. അപ്പോഴും ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ വന്നത്. പക്ഷെ എനിക്ക് തെറ്റുപറ്റി. ഒരിക്കലും നിങ്ങളെന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഞാൻ ഓർക്കണമായിരുന്നു. നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും ചേരില്ലല്ലേ? നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അവൾ അമർത്തി തുടച്ചു. എന്നെക്കാളും നീലേക്കാളും അപ്പൊക്കെ അമ്മയ്ക്കും ഇഷ്ടം നിങ്ങളെയാണ്. അത് ഇന്നും നിലയില്ല, ഞാൻ കുഞ്ഞാകുമ്പോ കേൾക്കുന്നതാ. അങ്ങനെ എപ്പോഴും എനിക്കിഷ്ടായി. പക്ഷെ അത് പ്രണയമാണെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ വലുതാകുമ്പോ അതിന്റെ കൂടെ എന്റെ ഇഷ്ടവും വലുതായി. പ്രണയത്തെക്കുറിച്ച് കുട്ടികൾ പറയുമ്പോൾ എന്റെ മനസ്സിലാദ്യം വരുന്നത് നിങ്ങളുടെ മുഖമായിരിക്കും. വലിയൊരു കാര്യം പറഞ്ഞപ്പോ എന്നെക്കാ കൂടുതൽ സന്തോഷിച്ചത് അവളാണ്. ഞാൻ അവളെ നാത്തൂനായി വരുന്നതിൽ അവള് ഹാപ്പിയാണെന്ന് അറിഞ്ഞപ്പോ എന്റെ ഇഷ്ടം വളർന്നു. നിങ്ങളോട് ഞാൻ ഇഷ്ടമെന്ന് പറയുമ്പോ ഈ മറുപടിയൊക്കെ തന്നെയാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ അന്ന് അതൊന്നും സഹിക്കാൻ പറ്റിയില്ല. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പട്ടിയെ പോലെ നിങ്ങളുടെ പുറകെ വരുമ്പോ ആട്ടി പായിച്ചിട്ടേ ഉള്ളൂ. പിന്നെയും ഞാൻ വരുന്നത് അത്രയ്ക്ക് ഇഷ്ടമായോണ്ടാ. ഇനി ഹാബി വരില്ലട്ടോ, ഒരിക്കലും.
ഇച്ചാനിനി ഒരു ബുദ്ധിമുട്ടാകാതെ ഞാൻ നോക്കിക്കോളാം. സ്നേഹിക്കരുതെന്ന് പറയല്ലേ. നിങ്ങളെ സ്നേഹിക്കാൻ എനിക്ക് നിങ്ങളെ സമ്മതം പോലും വേണ്ട. ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ട് നടന്നോളാം. ഒരു ബുദ്ധിമുട്ടാക്കാതെ ഞാൻ എന്നില് മാത്രം ഒതുക്കിക്കോളാം. പിന്നെ ചോദിച്ചില്ലേ ഇഷ്ടല്ല എന്ന് പറഞ്ഞ എന്റെ ഭ്രാന്ത് മാറുമെന്ന്. അതങ്ങനെയൊന്നും മാറില്ല കേട്ടോ. എനിക്ക് ഒരു തരം ഭ്രാന്താണ്. ഞാൻ മരിക്കുന്നത് വരെ ആ ഭ്രാന്ത് എന്നെ വിട്ടു പോവില്ല. സോണി ചേച്ചി പാവാണ്. എന്നെ പോലെ ഒന്നല്ല. ചേച്ചി നന്നായി ചേരും. എനിക്ക് ചേച്ചി ഇഷ്ടായെന്ന് അത് പള്ളി വെച്ച് അവരുടെ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത്. ആബി പറയുന്നതെല്ലാം ഒരു നിർവികാരതയോടെ ആൽബി കേട്ടിരുന്നു. ഇതുവരെ ആബിയുടെ ഇതുപോലെയുള്ള ഭാവം അവൻ കണ്ടിട്ടില്ല. ചായം പൊക്കോ, ഇനിയും മുന്നിൽ നിന്ന് എനിക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. സോറി. എല്ലാത്തിനും സോറി. ആവി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്നു. ആൽവി വാതിൽ തുറന്ന് പുറത്തേക്ക് കടന്നു. മുന്നിൽ നിൽക്കുന്ന ആമിയും മിലയും കണ്ട് അവൻ എന്ത് പറയണമെന്നറിയില്ല. അവരുടെ മുഖഭാവം കണ്ടാൽ അറിയാം എല്ലാം കേട്ടു എന്ന്. ആൽബി രണ്ടുപേർക്ക് മുഖം കൊടുക്കാതെ ആദിയുടെ അടുത്തേക്ക് പോയി. മിലയും ആമിയും അകത്തേക്ക് കടന്ന് ആബിയെ കെട്ടിപ്പിടിച്ചു. അഭിനയിക്കാൻ പറഞ്ഞപ്പോ നീ ജീവിച്ച് കാണിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ആമി അവിടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. നീ പറഞ്ഞത് കേട്ട് സത്യം പറഞ്ഞ എന്റെ കണ്ണുവരെ നിറഞ്ഞു പോയി. മില അവളിൽ നിന്ന് മാറി കട്ടിലിരുന്നുകൊണ്ട് പറഞ്ഞു. അഭിനയിക്കാനാണ് ആദ്യം ശ്രമിച്ചത്. പക്ഷെ പറഞ്ഞു വന്നപ്പോ എല്ലാം ഉള്ളിൽ തട്ടി പറഞ്ഞു മാത്രം. ആബി പറഞ്ഞ കേട്ട് മറ്റു രണ്ടോ മുഖത്തോട് മുഖം നോക്കി. ഞാൻ ഇനി പോവില്ല. എന്റെ മനസ്സിൽ ഒരിത്തിരി പോലും ഞാനില്ലടി. ഇനി ഞാൻ പുറകെ നടന്നുള്ള വില കളയില്ല. മറക്കാനൊന്നും കഴിയുന്നത് വരില്ല. പക്ഷെ ഇനി ഞാൻ ഇച്ചാനെ ബുദ്ധിമുട്ടിക്കില്ല എന്നുറപ്പിച്ചു. അതെ, ഇനി ഞാൻ ഇച്ചാനെ ബുദ്ധിമുട്ടിക്കില്ല. ഇച്ചാൻ സന്തോഷത്തോടെ നിന്നോട്ടെ. ഒരു തടസ്സമായി ആവി പോവില്ല. ആവി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ പുഞ്ചിരി സന്തോഷത്തിന്റെ ആയിരുന്നില്ല, പരാജയപ്പെട്ടവന്റെ ഉള്ളിലെ സ്വയം പുച്ഛിച്ചുകൊണ്ടുള്ള ചിരി.